അതെന്ത് പ്രശ്നമായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കായിരുന്നു. അതിനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ ഞാൻ പറയാം. തൽക്കാലം മോൾ അതേക്കുറിച്ച് അന്വേഷിക്കണ്ട. അവന്തിക എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ചില സത്യങ്ങളുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ ഞാൻ മോളോട് പറയില്ല. വാ. ചേച്ചി, എന്തിനാ ചേച്ചി ഇതൊക്കെ ചെയ്യാൻ പോയത്? എല്ലാവരും എത്ര പേടിച്ചോന്നറിയാവോ? കുറച്ചൊക്കെ പേടിക്കുന്നത് നല്ലതാ. അച്ഛാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. പോയി വിശ്രമിക്കേ. നന്ദ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവന്തികയുടെ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കണമെന്നില്ല. അവളിവിടെ ചെയ്ത് കൂട്ടിയതെല്ലാം അച്ഛനും കണ്ടതല്ലേ. അവന്തികയും നീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഈ വീട്ടിൽ ആദ്യമായി കടന്നു വന്ന മരുമകളാണ് അവന്തിക. അത് നീ മറക്കരുത്. അച്ഛാ, നമുക്കെല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതില് സന്തോഷം മാത്രം വേണമെന്ന് ഞാൻ പറയുന്നില്ല. സങ്കടവും കാണും. പക്ഷേ നമ്മുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത വേദനകൾ മാത്രം തരുന്ന ബന്ധങ്ങൾ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പോ അവന്തിക ഇങ്ങനെ ചെയ്യാൻ കാരണം നീയാ. അത് അച്ഛന്റെ തെറ്റിദ്ധാരണ. അവളുടെ അതിബുദ്ധി കൊണ്ടാ അവളിപ്പോ എങ്ങനെ ചെയ്തത്. എടാ, നീ എഴുതാപ്പുറം വായിക്കണ്ട. എടാ, ഒരു പെൺകുട്ടിയുടെ മനസ്സെന്താണെന്ന് നിനക്കറിയാമോ? ഈ കുടുംബത്തിൽ അവളിപ്പോ അനുഭവിക്കുന്ന പ്രഷർ എത്ര വലുതാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആതിരയ്ക്കും അർച്ചനയ്ക്കും കുട്ടികളായി. ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ അവൾക്കും വലിയ ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് നീയാ. ഒരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലല്ല ഞാനിപ്പോ. എടാ, തന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കും. എന്തായി കാണിക്കുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ വല്ല അനക്കമുണ്ടോ എന്ന് നോക്കിയതാ. അതിനൊക്കെ കുറച്ചുകൂടെ സമയം എടുക്കും. 3-4 മാസം കഴിഞ്ഞിട്ട് മാത്രമേ കുഞ്ഞിന്റെ എന്തെങ്കിലും അനക്കം അറിയാൻ പറ്റുള്ളൂ. ദേ ചക്കരെ, അകത്ത് കിടക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ സ്നേഹക്കൊച്ചിനെ ഒരുപാടൊന്നും വേദനിപ്പിക്കാതെ ഇങ്ങ് പോന്നേക്കണം. കേട്ടല്ലോ? ഇതാണ് വട്ട. അതേടോ, എനിക്ക് വട്ട. പക്ഷെ ഈ വട്ടിനൊരു സുഖമുണ്ട്. ഇനി നമ്മുടെ വാവ കൂടി വരുമ്പോ താൻ നോക്കിക്കോ, നമ്മുടെ ലൈഫ് ഒരു സ്വർഗമായിരിക്കും. അതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ.
നിങ്ങളുടെ 4 പേരുടെയും പേരിൽ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള വിൽപത്രം ക്യാൻസൽ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്വത്തുക്കൾ 4 പേർക്കും തുല്യമായി ഷെയർ ചെയ്യണമെന്നാണല്ലോ ആ വിൽപത്രത്തിൽ എഴുതിയിരുന്നത്. അതച്ഛൻ ഞങ്ങളോട് പറഞ്ഞാണല്ലോ. പിന്നെന്തിനാ ഇപ്പം അത് ക്യാൻസൽ ചെയ്യുന്നത്? കാര്യമുണ്ട്. ഞാൻ ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ഒന്ന് മാറ്റി എഴുതാൻ പോവാ. മാറ്റി എഴുതാനോ? ഇപ്പോ അതിന്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്. അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ 4 മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പിന്നെ അത് മാറ്റി എഴുതേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എത്ര സ്വത്തുക്കൾ വേണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.